ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്ലംബിംഗ് വർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് വീഡിയോൻ്റെ പൂർണ്ണരൂപം മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ പാട്ടക്കാലത്ത് കാണില്ലേ, വെള്ളത്തിൽ വന്നൊരു വേസ്റ്റാണത്. അപ്പോൾ ഈ ഇവിടുത്തെ ടോയ്ലറ്റിൽ ഭയങ്കരമായിട്ട് വെള്ളം വാസനിച്ചിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ ടാപ്പക്കകത്ത് ഈ കോഴി വേസ്റ്റാണ് തോന്നുന്നുണ്ട്, അതൊക്കെ കയറിയിട്ട് ഭയങ്കര സ്മെല്ലുണ്ട്. അപ്പോൾ സ്മെല്ലുണ്ടായപ്പോൾ ടാപ്പ് അഴിച്ചപ്പോൾ ടാപ്പിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ടാപ്പിനകത്ത് കുറച്ച് ഭാഗം പോന്നിട്ടുള്ളൂ, ബാക്കിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ടാപ്പിൽ വെള്ളമൊക്കെ നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ല്. ആ സമയത്ത് നമ്മൾ ടാപ്പ് ഒന്ന് അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ടാപ്പിനകത്താണ് ഇത് കാണുന്നത്. അത് വരാനുള്ള കാരണം നമ്മൾ പയ്യെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, മുഴുവനായിട്ട് കാണണം. അപ്പോഴതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ബേസിന് വെള്ളം വരുന്നില്ല. ആ ബേസിൻ്റെ ആംഗിൾ കൊക്ക് കുടിക്കുക ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ബേസിൽ തീരെ വെള്ളം വരുന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് ആംഗിൾ കൊക്ക് അയച്ചെടുത്തു. അതിൽ ലൈനോ പൈപ്പ് അയച്ചിട്ട് ആംഗിൾ കൊക്ക് അയച്ച സമയത്ത് അതിൽ നല്ല വേസ്റ്റ് അടഞ്ഞിട്ടുണ്ട്. അതിലും തന്നെ നല്ല വേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീരെ വെള്ളം വരാത്തത് അതിൽ വേസ്റ്റ് മാത്രമല്ല, അത് ഇതിലും വന്നിട്ടുണ്ട്. ആ കോയിൻ്റെ പാർട്സ് അത് വെള്ളത്തിൽ കൂടെ വന്നിട്ട് ഇതിലടഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആംഗിൾ കൊക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആംഗിൾ കൊക്കിൻ്റെ ഭാഗം പൊട്ടിക്കണം, അതിൻ്റെ ഉൾഭാഗം പൊട്ടിക്കണം. അത് കംപ്ലൈൻ്റ് ആണ്. അയച്ച സമയത്ത് അത് കണ്ടത്. അപ്പോൾ അതിൻ്റെ സ്പിൻഡൽ തിരിയുന്നില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് അതിനും കംപ്ലൈൻ്റ് ഉണ്ട്. കണ്ടില്ല, അവിടെ നിന്ന് അയച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലൊക്കെ നല്ല പ്രശ്നം വരുന്നത് എവിടെയെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക വീഡിയോ. കണ്ടില്ല, ഇവിടെയാണ് ഇപ്പോൾ ഇതെല്ലാം അടഞ്ഞിരിക്കണേ. ഇതിൻ്റെ ബാക്ക് ഈ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗത്തെ സ്പിൻഡിൽ നമ്മൾ അയച്ചിരിക്കണേ. അപ്പോൾ അതിൽ നല്ലത് ഇതിലോട്ട് ഉള്ളിലേക്ക് കണ്ട് ഇറങ്ങിയേക്കാണ് കോഴി വേസ്റ്റ്. അതുകൊണ്ട് ഇതായിട്ട് സ്മെല്ലുണ്ട്. ഇതിൽ വെള്ളം വരാത്തതുകൊണ്ട് തന്നെ അവർക്ക് സ്മെല്ല് അറിഞ്ഞാൽ കണ്ടില്ല. അപ്പോൾ അതും ബാക്ക് ഭാഗത്ത് ചളിയും പാട് അടഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ടോയ്ലറ്റിലെ വെള്ളത്തിൻ്റെ സ്മെല്ലും ബേസിലെ ടാപ്പിൽ വെള്ളം വരാത്തതെന്ന് നോക്കി, രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ രണ്ടിലും വേസ്റ്റ് അടഞ്ഞേക്കാണ്. ഈ വേസ്റ്റ് അടയാനുള്ള കാരണം നമ്മൾ പ്ലംബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു പ്രശ്നമാണ്. പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാങ്കിൻ്റെ ആ ഭാഗത്ത് നമ്മളത് ശ്രദ്ധിക്കാത്തൊരു ഫാൾട്ടാണ് നമ്മളെടുത്ത് വരുന്നത്. അത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഒരനുഭവത്തിലൂടെയാണല്ലോ ഓരോന്ന് തിരുത്തൽ. അങ്ങനെ നമ്മൾ തിരുത്തി പോകണം. അപ്പോൾ അറിയാത്തവർക്ക് വലിയൊരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക വീട്ടുകാർ, അതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആംഗിൾ കൊക്കൊക്കെ മാറ്റി, വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഒക്കെ റെഡി. അപ്പോൾ നല്ല രീതിയിൽ അടഞ്ഞോണ്ടേ അതൊക്കെ കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി, സ്മെല്ലും പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി. അതേമാതിരി തന്നെ ഈ ടാപ്പിൽ ഞാൻ പറഞ്ഞില്ല, വെള്ളമൊക്കെ നല്ല വരുന്നുണ്ട്, നല്ല ഫോഴ്സ് ഉണ്ട് ഇനി. അപ്പോൾ ടാപ്പൊക്കകത്ത് ഈ വേസ്റ്റ് കയറി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒക്കെ തിരിക്കണ ഭാഗത്തേക്ക് കയറിയേക്കാം. അപ്പോൾ അത് അതിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടാപ്പ് മാറ്റി. അപ്പോൾ അത് രണ്ട് ഭാഗം ഒക്കെ ക്ലീനായപ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ മാറ്റിയത്, ആംഗിൾ കൊക്കും അതുപോലെ ടാപ്പിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ ഈ വേസ്റ്റ് വന്ന് അടഞ്ഞുകൊണ്ട് സ്മെല്ലാണ്, അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതും കൂടെ മാറ്റി, രണ്ടും മാറ്റി. അത് രണ്ടും സെറ്റായി. അതിൻ്റെ സ്പിൻഡിൽ പൊട്ടിയേക്കണ്ടേ, അതിൻ്റെ സ്പിൻഡിൽ കൊടുക്കുന്ന ഭാഗം പൊട്ടി പോകുന്നതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രശ്നം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെ മുകൾ ഭാഗത്ത് നമ്മൾ ഓവർഫ്ലോൻ്റെ മുകൾക്ക് കൊടുത്തത് ഒരു പൈപ്പ് ഇട്ടിട്ട്, ചെറിയ കഷ്ണം പൈപ്പ് ഇട്ടിട്ട് ഒരു എൽബോ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ
ഈ കാക്കച്ചികൾ അങ്ങനത്തെ ഒക്കെ ഇരുന്നാലേ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇറക്കി പിടിച്ച് തിന്നുന്ന സമയത്ത് കാൽ നിർത്തുമ്പോൾ ആ വേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ചാടും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണ് ഈ കാരണം ടാങ്കിൽ അയക്ക് വരാൻ 100% സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് മേലെ ഒരു 1.5 ഇഞ്ച് ടീ വെച്ചിട്ട് 2 സൈഡിലും എൽബോ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് കാലത്ത് ഒരിക്കലും വേസ്റ്റ് അതുപോലത്തെ സാധനങ്ങളൊന്നും ചാടില്ല. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ പോയി നനഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളിവിടെ 1.5 ഇഞ്ച് എൽബോ 2 ഭാഗത്തും ചെറിയ പൈപ്പിൻ്റെ കഷ്ണം ഇട്ടിട്ടേ അതും പിടിപ്പിക്കുകയാണ് 2 സൈഡിലും. അപ്പോൾ ആ എൽബോ അടിഭാഗത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കാക്കച്ചികൾ ഇങ്ങനത്തെ പിന്നെ ഇതൊന്നും ഇരുന്നാലും ഒന്നും ആവില്ല. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കണ്ടല്ലോ ഒക്കെ സെറ്റായി. ഇങ്ങനെ ചെയ്താലല്ലേ വൃത്തിയിട്ടും ഒരിക്കലും പ്രശ്നം വരില്ല. നമ്മൾ എല്ലാവരും അധികം ചെയ്യാറ് എങ്ങനെ വെച്ചാൽ ഈ എൽബോ ഉണ്ടാവില്ല, 2 പൈപ്പും കഷ്ണം സൈഡിൽ ഇട്ട് കൊടുക്കും, കട്ട് ചെയ്ത് കണ്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ ചെയ്യലാണ്. പക്ഷെ അങ്ങനെ 1-2 സ്ഥലത്ത് നമുക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോ ഇടാമെന്ന് കരുതി അങ്ങനെ ആണ് വീഡിയോ ഇടുന്നത്. നല്ലൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.